Hi friends, welcome to my channel. നമ്മുടെ തിരുവനന്തപുരത്ത് കനകക്കുന്ന് നടന്ന പുഷ്പോത്സവത്തിൻ്റെ ഭാഗങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത്. അവിടേക്ക് ടിക്കറ്റ് എടുത്ത് കയറിയപ്പോൾ തന്നെ ഒരു പ്രത്യേക മായാലോകത്ത് കയറിയൊരു അവസ്ഥയായിരുന്നു. ചുറ്റും പല നിറത്തിലും തരത്തിലുമുള്ള ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം വൈബായിരുന്നു അവിടെ. ഞങ്ങൾ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു അവിടെ, പക്ഷെ എന്നാലും എല്ലാം ആസ്വദിച്ച് കാണാൻ പറ്റി. കുറച്ച് നടന്നപ്പോഴത്തേക്കും ഒരു ചൈന ടൗൺ പോലത്തെ ഒരു ഭാഗത്തേക്ക് എത്തി. ഒരു പടുകൂറ്റൻ ഡ്രാഗൺ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ചുറ്റും കുറേ ചുവന്ന ലൈറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ന്യൂ ഇയർ ആ ഒരു ടൈമിലാണ് പോയത്. അപ്പോൾ ഭയങ്കര ഒരു ജനസമുദ്രമായിരുന്നു. വെക്കേഷൻ ടൈമൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും കാണാൻ വേണ്ടി അങ്ങോട്ട് വന്നിരുന്നു. പല ഡിസ്ട്രിക്റ്റിൽ നിന്നും ഒക്കെയുള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടെ. എൻ്റെ കൂടെ എൻ്റെ വൈഫും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നല്ല കാഴ്ചകൾ കാണുമ്പോഴത്തേക്കും ക്യാമറയും അങ്ങോട്ടേക്ക് നീങ്ങും. അപ്പോൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാനില്ലാത്തതുകൊണ്ട് മുതലാളി അവനെ പിന്നെയും കാണുന്നില്ല എന്ന് പറഞ്ഞ് അവൾ പുറകെ വരുമായിരുന്നു. നല്ല ചൂടായതുകൊണ്ട് കുറച്ച് നേരം തണുപ്പത്തിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഇഗ്ലൂ പോലുള്ളൊരു ഗുഹയ്ക്കകത്ത് കയറി. അവിടെ കയറിയപ്പോഴല്ലേ മനസ്സിലായത് പുറത്തുള്ളതിൻ്റെ ഇരട്ടി ചൂടായിരുന്നു അവിടെ. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ചാടി ഇറങ്ങി പുറത്തേക്ക് വന്നു. പിന്നെ മെയ്സ് പോലുള്ള ഒരു ഭാഗത്തേക്ക് എത്തി. അവിടെ കയറിയാൽ പെട്ടുപോകുമെന്ന് സംശയിച്ച് കയറി. പക്ഷെ വളരെ എളുപ്പമായിരുന്നു കയറാനും ഇറങ്ങാനും ഒക്കെ. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് വന്നപ്പോഴാണ് പുഷ്പങ്ങളുള്ള ഭാഗത്തേക്ക് എത്തിയത്. പല നിറത്തിലും തരത്തിലുമുള്ള സസ്യങ്ങളും പൂക്കളും ഒക്കെ കണ്ടു. പൂക്കളുടെ ഒരു ഭാഗത്തായിട്ട് കുറേ ഔഷധ സസ്യങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. പനിക്കൂർക്ക, വയമ്പ് പോലുള്ള കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള പലതരത്തിലുള്ള സസ്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. ഇനിയും വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.